ഈ അടുത്ത മാസം 23-ാം തീയതിയാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ MK സ്റ്റാലിൻ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. DMK നേതൃത്വം കൊടുക്കുന്ന ഒരു മതേതര പുരോഗമന സഖ്യവും അതോടൊപ്പം തന്നെ BJP AIDMK സഖ്യം, അതായത് NDA സഖ്യവും, അതിന് തൊട്ടു പിന്നാലെ TVK തമിഴ് വെട്ടർ കഴകം എന്ന വിജയുടെ പാർട്ടിയുമാണ് മത്സരരംഗത്ത് സജീവമായിട്ടുള്ളത്. നാൻ തമിഴർ കക്ഷി കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കളത്തിൽ വളരെ സജീവമായുണ്ട്. നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യം അല്പം തടസ്സപ്പെട്ടിട്ടുണ്ട്. അവിടെ MK സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി, DMKയുടെ നേതാവ്, അദ്ദേഹം ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. നിർഭാഗ്യവശാൽ ചെറിയ സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായി കാണിക്കാൻ കഴിയാത്തത്. അധികമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. മനേഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, പറയൂ. JK അല്പസമയം മുമ്പാണ് റോഡ് ഷോ ആയി എത്തിയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പത്രിക സമർപ്പിച്ചത്. കൊളത്തൂരിലാണ് മണ്ഡലം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 3 തവണയായി കൊളത്തൂരിൽ നിന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിജയിച്ചു കയറുന്നത്. എന്തായാലും ഇത്തവണയും അതേ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനാണ് തീരുമാനം. വലിയ തോതിലുള്ള ഒരു മത്സരം അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് വോട്ടർ കാൻഡിഡേറ്റ് ലിസ്റ്റ് ഏറ്റവും അവസാന ഘട്ടത്തിൽ പുറത്തിറക്കുകയും അതിനുശേഷം വളരെ വേഗത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയുമാണ് MK സ്റ്റാലിന്റെ ഭാഗത്ത് നിന്നും. കാരണം ഇന്നിപ്പോൾ 30-ാം തീയതിയാണ്, ഇന്നാണ് ഇപ്പോൾ പത്രികാ സമർപ്പണം ആരംഭിക്കുന്നത്. അതിനുശേഷം വളരെ 8 ദിവസങ്ങൾ പത്രികാ സമർപ്പണം ഉണ്ട് എങ്കിൽ കൂടിയും 6-ാം തീയതി വരെ സമയമുണ്ട്. പക്ഷെ അതിനിടയിൽ 4 ദിവസങ്ങൾ അവധിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പത്രികാ സമർപ്പണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ DMKയുടെ മന്ത്രിമാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം ഇന്ന് തന്നെ പത്രിക സമർപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഇപ്പോൾ നാളെ, അതായത് 2-ാം തീയതിയാണ് DMKയുടെ പ്രചാരണം ഔദ്യോഗികമായി തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ 31-ാം തീയതി നാളെ തന്നെ തിരുവാരൂരിൽ നിന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ പ്രചാരണം ആരംഭിക്കുകയാണ്. അത്ര വളരെ വേഗത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് എന്തായാലും DMK കടക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ കുറച്ചൊരു വൈകൽ ഉണ്ടായിട്ടുണ്ട്. സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ കഴിഞ്ഞ് മണ്ഡലം വിഭജന ചർച്ചകളെല്ലാം തന്നെ കുറച്ച് വൈകിയാണ് DMKക്ക് കളത്തിലിറങ്ങാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ MK സ്റ്റാലിൻ പത്രിക സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിജയ്, തമിഴ് വെട്ടർ കഴകത്തിന്റെ വിജയ് കൂടി പത്രിക സമർപ്പിക്കുകയാണ്. പെരമ്പൂരിലാണ് വിജയ് മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വളരെ ഇപ്പോൾ നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നേരത്തെ നാളെ തന്നെ ഇനിയിപ്പോൾ ഈ പ്രചാരണ പരിപാടികൾ സജീവമാക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായി തന്നെ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് സ്റ്റാലിൻ ഇതിനോടകം ഈ ക്ഷേമ പദ്ധതികൾ, അതോടൊപ്പം തന്നെ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അതൊക്കെ അടങ്ങുന്ന ഒരു DMKയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. അതിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളുണ്ട്. ആരോഗ്യരംഗത്ത് കൊണ്ടുവരാൻ പോകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലെയുള്ള വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ തൊഴിലവസരങ്ങൾ, വ്യവസായ മേഖലയിലൊക്കെ വലിയ നിക്ഷേപങ്ങൾ നടത്തി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും തമിഴ്നാട്ടിലെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ പാകത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ രീതിയിൽ വോട്ട് DMKക്ക് അനുകൂലമാക്കി തീർക്കും എന്ന ഒരു ആത്മവിശ്വാസം ഒരുപക്ഷെ DMKക്ക് ഉണ്ടാകുമല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ മനീഷ്, വലിയൊരു വെല്ലുവിളിയായി TVK മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഒരു ഭാഗത്ത് MK സ്റ്റാലിൻ പത്രിക സമർപ്പിക്കുന്നു, മറുഭാഗത്ത് വിജയ്, TVKയുടെ വിജയ് പത്രിക സമർപ്പിക്കുകയാണ്. ഈ 2 ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനീഷ്, JK പെരമ്പൂരിലാണ് വിജയ് മത്സരിക്കുന്നത്. പെരമ്പൂരിലെ ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് വിജയ് ഇപ്പോൾ എത്തുന്നത്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടേക്ക്, സാധാരണ നിലയിൽ ഇവിടെ കോർപ്പറേഷൻ ഓഫീസ് ഉണ്ട്, അവിടെയാണ് പത്രികാ സമർപ്പണം നടക്കാറ്. പക്ഷേ സുരക്ഷയുടെ പ്രശ്നം, ആളുകൾ അധികമായി എത്താനുള്ള ഒരു സാധ്യത, ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക്, ഈ കോളേജിലേക്ക് ഇപ്പോൾ പത്രികാ സമർപ്പണം മാറ്റിയിരിക്കുന്നത്. എന്നാലും കൃത്യമായി എല്ലാ ഇടങ്ങളിലും, വിജയ് പോകുന്ന എല്ലാ ഇടങ്ങളിലും ധാരാളം ആളുകൾ, അത് ഇന്നലെയും താജ് ഹോട്ടലിന് മുമ്പിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയധികം ആളുകൾ എന്തായാലും എത്തുന്നുണ്ട്. വലിയ ആൾക്കൂട്ടം എപ്പോഴും വിജയ്ക്ക് ഒപ്പമുണ്ട്. മാത്രമല്ല JK സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിൽ കളത്തിൽ ഇറങ്ങുക എന്ന് തന്നെയാണ് വിജയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം ഇന്നിപ്പോൾ 2 മണി മുതൽ, ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ വിജയുടെ റോഡ് ഷോ അത് പെരമ്പൂരിൽ നടക്കും. അത് കഴിഞ്ഞതിന് ശേഷം കുളത്തൂരിലാണ്. 5 മണി മുതൽ 6 മണി വരെ കുളത്തൂരിലാണ്. 6 മണി മുതൽ 7 മണി വരെ വില്ലിവാക്കത്താണ്. അതായത് ഈ ഒരു സർക്കിളിൽ തന്നെയാണ്, ഈ പെരമ്പൂർ ചുറ്റുഭാഗമുള്ള സർക്കിളിൽ തന്നെയാണ് വിജയുടെ 3 മണ്ഡലങ്ങളുടെയും ഒരു പര്യടനം നടക്കുക, അല്ലെങ്കിൽ ഒരു റാലി നടക്കുക. അത് വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് വിജയ് ലക്ഷ്യമിടുന്നത്. പക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു വലിയ പ്രശ്നം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചും മറ്റ്. കാരണം വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എത്ര ആളുകൾ എത്തുന്നു എന്നുള്ളത് ഇവർക്ക് പോലും, അതിൽ TVKയുടെ നേതാക്കൾക്ക് പോലും പറയാൻ സാധിക്കുന്ന ഒരു നിലയുമല്ല കാര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ
ഇപ്പോൾ GK ഇപ്പോൾ വിജയ് പത്രികാ സമർപ്പണം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിന് ശേഷം, അതായത് 2 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കും. അത് പെരമ്പൂരിൽ തന്നെയാണ് റോഡ് ഷോ നടക്കുക. പെരമ്പൂരിൽ 2 മുതൽ 4 മണി വരെ റോഡ് ഷോ നടക്കും. ഇപ്പോൾ വിജയ് ഇവിടെ നിന്ന് ഈ പെരമ്പൂരിലെ ഈ കോളേജിൽ നിന്ന്, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് മടങ്ങുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ കളത്തിലിറങ്ങുക, കാരണം അധിക ദിവസങ്ങളില്ല. പത്രികാ സമർപ്പണത്തിന് 4 ദിവസം മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് 3. ശരി മനേഷ്, ഏതായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടു. MK സ്റ്റാലിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. TVKയുടെ വിജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇരു മുന്നണികളും കടക്കാൻ പോവുകയാണ്. ഇരുവരും കടക്കാൻ പോവുകയാണ്. MK സ്റ്റാലിൻ DMKയുടെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് പുറത്തിറക്കിയിരുന്നു. ഇവിടെ കനിമൊഴി കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു സമഗ്രമായ പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. വിജയെ സംബന്ധിച്ച് വിജയ്യുടെ കന്നി വരവാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക്. വിജയ്യുടെ താര സാന്നിധ്യവും താര പദവിയും ഒക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായി മാറാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും തമിഴ്നാട്ടിൽ അതിശക്തമായ ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടുപിടിച്ച ദിവസങ്ങളായി മാറാൻ പോകുന്നു. മുന്നണികൾക്കെല്ലാം തന്നെ DMK നേതൃത്വം കൊടുക്കുന്ന മതേതര പുരോഗമന സഖ്യം, അതോടൊപ്പം തന്നെ BJP AIDMK NDA സഖ്യം, അതോടൊപ്പം TVKയുടെ സാന്നിധ്യം, നാൻ തമിഴർ കക്ഷി, ഇവരൊക്കെയാണ് വളരെ സജീവമായി തമിഴ്നാടിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.